10ാം തവണയും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അല്പസമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചയ്ക്ക് 1:30-ക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. മുൻ കേരള ഗവർണർ, ഇപ്പോഴത്തെ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാവും സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം BJPയുടെ കരുത്തരായ നേതാക്കളുടെ എല്ലാം സാന്നിധ്യത്തിലാവും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. 2005 ശേഷം ബീഹാറിന് ഒരേ ഒരു നേതാവേ ഉണ്ടായിട്ടുള്ളൂ. അത് നിതീഷ് കുമാറാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് വാർദ്ധക്യത്തിൻ്റെ ഒട്ടേറെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മിന്നും വിജയം നേടിയ നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. സുശാസൻ ബാബു എന്ന പേര് തന്നെയാണ് ഇപ്പോഴും നിതീഷിന് ബീഹാറിലുള്ളതെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ഇക്കുറി നേടിയ വമ്പിച്ച വിജയം. പലതവണ മുന്നണി മാറിക്കളിച്ചിട്ടുള്ള 5 തവണയടക്കം ഒരു മുന്നണിയിൽ നിന്ന് അടുത്ത മുന്നണിയിലേക്കും അവിടെ നിന്ന് തിരികെയും ഒക്കെ ചാടിയിട്ടുള്ള പാൽത്തു റാം എന്ന വിശേഷണമൊക്കെ ഉണ്ടായിരുന്ന നിതീഷ് കുമാർ ഇപ്പോഴും താൻ പാൽത്തു റാം അല്ല, താൻ മുന്നണി മാറിയാലും നഷ്ടപ്പെടുന്നതല്ല തൻ്റെ വിശ്വാസ്യത എന്ന് തെളിയിച്ചുകൂടിയാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ മുഖ്യമന്ത്രിമാർ, ലോങ്സ്റ്റ് സർവൈങ് മുഖ്യമന്ത്രിമാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അടുത്ത ഈ 5 വർഷം പൂർത്തിയാക്കാനാവാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ള ചരിത്രത്തിലേക്ക് കൂടിയാണ് നിതീഷ് കുമാർ നടന്ന് നീങ്ങുന്നത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ 8ാം സ്ഥാനമാണ് നിതീഷ് കുമാറിനുള്ളത്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് സിക്കിമിലെ പവൻകുമാർ ചാലിംഗ് ആണ്. പവൻകുമാർ ചാലിംഗ് ഇരുന്നത് 24 വർഷവും 165 ദിവസവുമാണ്. മറ്റ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒറീസയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വഴി ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ്. നവീൻ പട്നായിക് 24 വർഷവും 99 ദിവസവുമാണ് മുഖ്യമന്ത്രിയായിരുന്നത്. 3ാം സ്ഥാനത്തുള്ളത് ജ്യോതി ബസുവാണ്. ബംഗാൾ മുഖ്യമന്ത്രിയായി 23 വർഷവും 137 ദിവസവുമാണ് ജ്യോതി ബസു ഉണ്ടായിരുന്നത്. ഇനി ഒരൊറ്റ വർഷം അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞു എന്ന് കരുതുക. ഒറ്റ വർഷം തുടരാൻ കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന റെക്കോർഡ്, മണിക് സർക്കാരിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിന് മറികടക്കാനാവും. 19 വർഷവും 363 ദിവസവും, ഏകദേശം 20 വർഷം എന്നുള്ള റെക്കോർഡാണ്. ആ 20 വർഷത്തിൻ്റെ റെക്കോർഡ് അദ്ദേഹത്തിന് അനായാസം മറികടക്കാൻ കഴിയും. അത്രത്തോളം ചരിത്രത്തിലേക്ക് കൂടിയാണ് നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാർ ഇക്കാലം മുഴുവൻ കണ്ട നേതാക്കളിൽ ഏറ്റവും കൂടുതൽ കാലം ബീഹാർ രാഷ്ട്രീയത്തെ സ്വയം ഒരു അച്ചുതണ്ടായി നിന്നുകൊണ്ട് ആ അച്ചുതണ്ടിന് ചുറ്റും കറക്കാൻ കഴിഞ്ഞ നേതാവ്. തൻ്റെ പാർട്ടി അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടല്ല ബീഹാറിൽ നിതീഷ് കുമാറിന് ഇന്നും മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിഞ്ഞത്. തൻ്റെ പാർട്ടിക്ക് കൂടെ നിൽക്കുന്ന BJPയെ പോലെയോ അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന RJDയെ പോലെയോ സംഘടനാ സംവിധാനവും എല്ലാവിധ സംഘടനാ രീതികളും പ്രവർത്തകരുമൊക്കെ ഉണ്ടായിട്ടൊന്നുമല്ല നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടർച്ചയായി വരാൻ കഴിയുന്നത്. നിതീഷ് കുമാർ 2005 മുതൽ മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിതീഷ് കുമാർ എന്ന വ്യക്തിയുടെ പ്രതിച്ഛായ തന്നെയാണ്. ആ നിതീഷ് കുമാറിൽ ബീഹാറിലെ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത തന്നെയാണ് കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികളെയൊക്കെ കാലാകാലങ്ങളിൽ ഒതുക്കി ആ പാർട്ടികളെ തന്നെ പതിയെ ഇല്ലാതാക്കുന്ന BJPക്ക് പോലും നിതീഷ് കുമാറിനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് എന്ന ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ട അവസ്ഥയടക്കമുണ്ടായത് ആ നേതാവിന് ബീഹാറിലുണ്ടായിരിക്കുന്ന വലിയ സ്ഥാനമാണ്. മറ്റ് ഏത് സംസ്ഥാനത്തായാലും ഇങ്ങനെ പലതവണ മുന്നണി മാറുന്ന, അപ്പോഴെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്ന, അധികാരത്തിന് വേണ്ടി മുന്നണി മാറുന്ന ഒരു നേതാവിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടേനെ. പക്ഷേ ബീഹാറിൽ ഇപ്പോഴും നിതീഷ് കുമാറിന് ആ പ്രതിച്ഛായ നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിതീഷിൻ്റെ ജീവചരിത്രം കൂടി നമുക്ക് എളുപ്പത്തിൽ ഒന്ന് നോക്കേണ്ടതുണ്ട്. 1951 പട്നയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദധാരിയാണ് അദ്ദേഹം. മെക്കാനിക്കൽ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് ബിരുദമെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരിയായ ബിരുദം യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലല്ല. ബീഹാറിൻ്റെ ജാതി രാഷ്ട്രീയം എങ്ങനെ, ജാതി കാസ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെ ഏറ്റവും ഫലപ്രദമായി വർക്ക് ചെയ്യാം എന്ന് ഏറ്റവും നന്നായി തെളിയിച്ച, ദീർഘകാലം തെളിയിച്ച നേതാവ് കൂടിയാണ്. കുർമി സമുദായാംഗമാണ്, OBCയിൽ പെടുന്ന. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്തൊക്കെ കുർമി സമുദായത്തിൻ്റെ അടക്കം വരുന്ന OBCയുടെ വലിയ നേതാവായി ലാലു പ്രസാദ് യാദവും RJD നിൽക്കുമ്പോഴാണ് അതിലെ കുർമി OBCയിലെ പിന്നാക്കക്കാരെ അണിനിരത്തിക്കൊണ്ട്, മുസ്ലിം മതവിഭാഗത്തിലെ പിന്നാക്കക്കാരെ അണിനിരത്തിക്കൊണ്ട് അങ്ങനെ ഒരു എക്സ്ട്രീംലി ബാക്ക്വേഡായിട്ടുള്ള OBCയെയും എക്സ്ട്രീംലി ബാക്ക്വേഡായിട്ടുള്ള മുസ്ലിമിനെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം ഒരു സമർത്ഥമായ ജാതി രാഷ്ട്രീയം, എഞ്ചിനീയറിംഗ്, ഒരു കാസ്റ്റ് എഞ്ചിനീയറിംഗ് ഫലപ്രദമായി അദ്ദേഹം നെയ്തെടുത്തത് അത് ഇപ്പോഴും ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. 1951
1974 ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള JP മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ലാലു പ്രസാദ് യാദവും ഒക്കെ അദ്ദേഹത്തിന് സമകാലീനാണ്. ചെറിയ വയസ്സിൻ്റെ വ്യത്യാസം മാത്രമാണ് ലാലുവുമായിട്ട് അടക്കമുള്ളത്. 1977 ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. റാം മനോഹർ ലോഹിയ, കർപ്പൂരി താക്കൂർ, SN സിൻഹ, VP സിംഗ് മുതലായ സോഷ്യലിസ്റ്റുകൾ കണ്ട എക്കാലത്തെയും വലിയ നേതാക്കൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം ഉണ്ടായിരുന്നത്. ഇത് തുടക്കം ആലോചിക്കണം. 1977-ലും 80-ലും അദ്ദേഹം ബീഹാർ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. ആ രണ്ട് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. രണ്ട് പരാജയത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള നിതീഷിൻ്റെ കാലം. പക്ഷേ ആ രണ്ട് പരാജയം കൊണ്ട് ആത്യന്തികമായി എല്ലാ കാലത്തേക്കും വിജയം എങ്ങനെ നേടാമെന്നും ആ വിജയം എങ്ങനെ ആവർത്തിക്കാമെന്നും കൃത്യമായി പഠിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. 1985 അദ്ദേഹം ആദ്യമായി MLA ആവുന്നത്. 1990 VP സിംഗ് സർക്കാരിൽ അദ്ദേഹം കൃഷി സഹകരണത്തിൻ്റെ സഹമന്ത്രിയാവുന്നു. 1994 ജോർജ് ഫെർണാണ്ടസുമായി ചേർന്ന് സമതാ പാർട്ടി അദ്ദേഹം രൂപീകരിക്കുന്നു. ജോർജ് ഫെർണാണ്ടസ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ ജോർജ് ഫെർണാണ്ടസിനൊപ്പം ചേർന്നാണ് സമതാ പാർട്ടി രൂപീകരിക്കുന്നത്. 1996 19 വർഷത്തെ സോഷ്യലിസ്റ്റ് സഹവാസം ഉപേക്ഷിച്ച് അദ്ദേഹം NDAയുടെ ഭാഗമാവുകയാണ്. അന്ന് NDAയുടെ ഭാഗമായിട്ടൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റുകൾക്ക് പഴയ ജനസംഘവുമായി സഹകരിച്ച അടിയന്തരാവസ്ഥക്കാലത്ത് ജനസംഘവുമായി സഹകരിച്ച പാരമ്പര്യം, അവർക്കൊണ്ട് ഒരുമിച്ച് മത്സരിച്ച പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴുമൊക്കെയും അവർക്ക് കോൺഗ്രസ് ആയിരുന്നു മുഖ്യ ശത്രുവായി. അന്ന് കോൺഗ്രസ് ആയിരുന്നു പ്രധാന എതിരാളി, കോൺഗ്രസ് ആയിരുന്നു മുഖ്യ ശത്രുവായി എന്നത്. പക്ഷേ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്ന് ഉറച്ച് NDA ചേരിയിലേക്ക് മാറുന്നതിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞ് ആദ്യം മാറിയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഈ നിതീഷ് കുമാർ എന്നോർക്കണം. 1998 AB വാജ്പേയി സർക്കാരിൽ അദ്ദേഹം റെയിൽവേ മന്ത്രിയാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണ് ദേശീയ തലത്തിലടക്കം വലിയ ഒരു ഫിഗറായി നിതീഷ് കുമാർ മാറുന്നു. 2000 ആദ്യമായി അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. പക്ഷേ 7 ദിവസം മാത്രമേ ആ മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വന്നത് ലാലു ജയിലിലായതുകൊണ്ട് തുടർന്ന് വന്നത് അന്ന് റാബ്രി ദേവി സർക്കാരാണ്. റാബ്രി ദേവിയാണ് പിന്നീട് വന്ന 2005 വരെയും അദ്ദേഹം അവിടെ ഭരിച്ചത്. 2003 ശരത് യാദവും ജോർജ് ഫെർണാണ്ടസും നിതീഷ് കുമാറും കൂടെ ചേർന്ന് JDUവിന് രൂപം നൽകുന്നത്. അങ്ങനെ JDUവിൽ എത്തുന്നതോടുകൂടിയാണ്, ആ JDUവിൻ്റെ രൂപീകരണത്തോടു കൂടിയാണ്, മുമ്പുണ്ടായിരുന്ന ചില പാർട്ടികളുമായിട്ടൊക്കെ ലയിച്ചുമൊക്കെ JDUവിൻ്റെ ഭാഗമാകുന്നതോടുകൂടിയാണ് അദ്ദേഹം കൂടുതൽ കരുത്തനായി മാറുന്നത്. 2005 ആദ്യമായി അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. അദ്ദേഹം 2005 മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം കുറഞ്ഞ ഒരു കാലം നിതിൻ റാം മാഞ്ചി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ തുടർന്ന് നിതിൻ റാം മാഞ്ചി കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നു ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കാലവും ബീഹാറിന് ഒറ്റ മുഖ്യമന്ത്രിയേ ഉണ്ടായിട്ടുള്ളൂ. അത് നിതീഷ് കുമാറാണ്. അത് NDAയുടെ ഭാഗമായിട്ട് നിന്നാലും നേരത്തെ ഇന്ത്യ മുന്നണിയുടെയും മഹാഗഠബന്ധൻ്റെ ഭാഗമായിട്ടൊക്കെ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.